നമ്മളിതിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ മൂന്നാം വാക്യത്തിൻ്റെയും കുറേ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ജസ്റ്റ് അതൊന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മൾ പറഞ്ഞിരുന്നു എബ്രായ ലേഖനം അതിൻ്റെ പ്രത്യേകത അത് തുടങ്ങുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് പോലെയാണ് എബ്രായ ലേഖനം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കണ്ടത് ദൈവം, അതായത് ദൈവത്തെ പറ്റിയുള്ള തെളിവ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിവൊന്നും നിവർത്തിക്കാതെ ഉള്ള ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മൾ കണ്ടു സംസാരിക്കുന്ന ദൈവമാണ്, അവൻ ആൾക്കാരുടെ ഇടപെടുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പഴയ നിയമകാലത്ത് നമ്മൾ വായിച്ചതുപോലെ പാപത്തിൽ വീണ മനുഷ്യനെ ദൈവം തള്ളിക്കളയുകയല്ല, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പണ്ട് തൊട്ടേ ഭാഗമായിട്ടും വിവിധമായിട്ടും ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ വാക്യങ്ങളിൽ കാണും. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്. അന്ന് പ്രവാചകന്മാരോട് നമുക്കറിയാം, ഇഷ്ടംപോലെ പ്രവാചകന്മാരുടെ ലിസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. അവരോടൊക്കെ ദൈവം അന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു, അവരിലൂടെ തൻ്റെ ജനത്തോട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള ഭാഗമാണ് പിന്നീട് പറയുന്നത്. അവരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതായത് ദൈവിക വെളിപ്പാടിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവിക റെവലേഷനാണ് അത് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് തന്നത്. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലെ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു, ഭാഗമായിട്ടാണ് അത്. ആ വെളിപ്പാടുകൾ എന്ന് പറയുന്നത് കുറേശ്ശെയായിട്ട് കിട്ടി. എന്നാൽ പുത്രൻ മുഖാന്തരം നമുക്കതിൻ്റെ മുഴുവനായിട്ടുള്ള ദൈവ പദ്ധതിയുടെ വെളിപ്പാട് നമുക്ക് ലഭിച്ചു. പഴയ നിയമത്തിൽ യാഗങ്ങൾ നടത്തി, പഴയ നിയമത്തിലെ പല നിലകളിലുള്ള കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഭാഗമായിട്ട് ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് നമുക്ക് പുത്രൻ മുഖാന്തരം നമ്മളോട് സകലതും വെളിപ്പെടുത്തി അരുളി ചെയ്തു. പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെവലേഷനാണ്, വെളിപ്പാടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പുത്രനെ കേൾക്കണം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 7 കാര്യങ്ങൾ ഈ മൂന്നാം വാക്യത്തിൽ 3 മുതലുള്ള രണ്ടാം വാക്യത്തിൻ്റെ അവസാനം തൊട്ട് 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ 7 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന് നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, 3-ാം വാക്യം തുടങ്ങുന്നത് അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അതിനു നമ്മൾ 2-ാം വാക്യം തൊട്ട് തുടങ്ങുന്നുണ്ട്. താൻ അവനെ എന്ത് ചെയ്തു, പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നീട് തുടങ്ങുന്നത് താൻ സകലത്തിനും എന്ത് ചെയ്തു, അവകാശിയാക്കി വെച്ചു. ഒന്നാമതാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി. വായിച്ച 2-ാം വാക്യത്തിൻ്റെ അവസാനമാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, അതാണ് നമ്മൾ വായിക്കുന്നത് 3-ാമത്. 4-ാമത് തത്വത്തിൻ്റെ മുദ്ര. 5-ാമത് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. പിന്നെ നമ്മൾ അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ പോകാം. അതിനുശേഷം 6ഉം 7ഉം പറയുന്ന കാര്യങ്ങളാണ് അതിനുശേഷം കാണുന്നത്. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി, അതോടെ പറയുന്നത് 3-ാം വാക്യത്തിൻ്റെ അവസാനമാണ്. പിന്നീട് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ പുത്രനെ പറ്റി വെളിപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിരുന്നു. സകലത്തിനും താൻ അവകാശിയാക്കി വെച്ച്, ദൈവം നിർമ്മിച്ച സകലത്തിനും ക്രിസ്തുവിനെ അവകാശിയാക്കി വെച്ചു എന്ന് 1-ാമത്തെ ഭാഗത്ത് കാണും. 2-ാമത് ഈ ഭൂമിയെയും ഈ ലോകത്തെയും മുഴുവൻ, യൂണിവേഴ്സിനെ മുഴുവൻ ഉണ്ടാക്കി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കർത്താവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതൊക്കെ ലോകം പറയുന്നത് പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്, ഒരു തിയറി കൊണ്ടൊന്നുമല്ല, വചനം വളരെ വ്യക്തം. അതുകൊണ്ട് ക്രിസ്തുവിൽ കൂടെ തുടങ്ങുന്നത്. ഞാൻ ദൈവത്തെ പറ്റി തുടങ്ങിക്കൊണ്ട് പറയുക, അവൻ സൃഷ്ടിച്ചു. ഇതിനകത്ത് വേറെ ഭൂമി എങ്ങനെയെങ്കിലും പൊട്ടി വീണതോ എങ്ങനെയെങ്കിലും വന്നതൊന്നുമല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. പിന്നെ ക്രിസ്തുവിനെ പറ്റി പറയുക, അവനെ പറ്റി പറയുന്നത്
അവൻ തേജസ്സിൻ്റെ പ്രഭയാണ്. ഈസ് എ ബ്രൈറ്റ്നെസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. നമ്മൾ പറഞ്ഞായിരുന്നു തേജസ്സിൻ്റെ പ്രഭയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം. ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അറിയാൻ പറ്റുന്നത് നമ്മുടെ മാനുഷിക ബുദ്ധിക്കകത്ത് നമ്മുടെ ക്രിസ്തുവിൽ കൂടെ നമുക്ക് എത്രത്തോളം ദൈവത്തെ അറിയാമോ അത്രേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിന് ബുദ്ധിക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്ത് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടിയെ മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് സൃഷ്ടിതാവിനെ അതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത് കർത്താവിൽ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ആ റെവലേഷൻ്റെ വെളിപ്പാടിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെവലേഷൻ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇപ്പോൾ സൂര്യനെ അറിയണമെങ്കിൽ സൂര്യനെ നമുക്ക് അടുത്ത് പോയി അറിയാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യന് സൂര്യനെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ സൂര്യനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? സൂര്യൻ്റെ വെളിച്ചത്തിനകത്തുനിന്ന് അതിൻ്റെ ചൂട്, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കി പഠിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? സൂര്യനെ പറ്റി അവലോകനം ചെയ്യും. ഇത്ര ലക്ഷം കിലോമീറ്റർ ദൂരെയാണ്, ഇങ്ങനെയൊക്കെയാണെന്നുള്ള നിലയിൽ നമ്മൾ. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വാസത്തിൽ താൻ ചെയ്ത പ്രവൃത്തികളും തൻ്റെ വഴികളും തൻ്റെ ഇടപാടുകളും ഒക്കെ യഥാർത്ഥത്തിൽ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചത്. നമ്മൾ ചിന്തിച്ച വേദഭാവം അവിടെ എടുക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു? തൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുന്നത്. കർത്താവിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹം, കർത്താവിന് മനുഷ്യരോടുള്ള ഇടപാട് പഴയ നിയമത്തിലൊക്കെ ഭാഗമായിട്ട് കാണുന്നത് കൊണ്ട് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ പൂർണ്ണമായ വെളിപ്പാട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വിഷയം, ഈ ഭാഗമായ വെളിപ്പാടിൽ അധിഷ്ഠിതമായിട്ട് ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ തെറ്റിപ്പോവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ ഭാഗമായിട്ടുള്ള വിഷയങ്ങളെ വെച്ചുകൊണ്ട് ഉപദേശം സ്ഥാപിച്ചാൽ പണ്ട് കണ്ണന്മാർ ആനയെ കാണാൻ പോയ പോലെ ആനയെ പറഞ്ഞതുപോലെ ഇരിക്കും. എന്നാൽ യഥാർത്ഥ ദൈവത്തിൻ്റെ പരിപൂർണ വെളിപ്പാടെന്ന് പറയുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റുന്നത് ക്രിസ്തുവിൽ കൂടെയാണ്. ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാത്രികാലം ആ നിലയിലാണ് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. നമ്മൾ അടുത്ത വായിച്ചത് തത്വത്തിൻ്റെ മുദ്രയാണ്. ഹീസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ്സ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ചൊക്കെ വെച്ച് സീൽ ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ. അല്ലെങ്കിൽ തത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓഫീസിൽ ഒരു ലെറ്റർ കൊടുക്കുമ്പം അതല്ല സീൽ അടിക്കുമ്പോഴാണ് ആ ലെറ്ററിന് ആ ഓഫീസിൻ്റെ അതോറിറ്റി കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവേശുവിൽ കൂടെ ആ സീല് അടിച്ചാണ്. തത്വത്തിൻ്റെ മുദ്രയാണ്, ദൈവത്തിൻ്റെ ഇമേജ്, അതിൻ്റെ മുദ്രയാണ് നമുക്ക് ക്രിസ്തുവിൽ കൂടെ കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അവസാനം 5ാമത് നമ്മൾ കണ്ടത് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ജീസസ് അപ്ഹോൾഡ്സ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. അതായത് സകലത്തെയും അവനാണ് നിയന്ത്രിക്കുന്നത് തൻ്റെ ശക്തിയുള്ള വചനത്താൽ. ഇന്നും ശാസ്ത്രലോകത്തിന് ഈ ഒരു ഒന്നുമില്ലായ്മയിൽ ഈ ഭൂമിയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ബുദ്ധിക്ക് അപ്പുറമാണ് എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നതെന്ന്. അവരതിനെന്തോ തിയറിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നാൽ ഒരിക്കലും വചനം വളരെ വ്യക്തമായിട്ട് പറയുക, കർത്താവ് എന്ത് ചെയ്യുന്നത്? ഹീ ഈസ് ദ സസ്റ്റൈനർ ഓഫ് ഓൾ തിങ്സ്. ഹീ അപ്ഹോൾഡ്സ് എവറിഥിങ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. തൻ്റെ ശക്തി കൊണ്ട് താൻ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും വഹിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞാൽ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം ഓരോ നിലയിലുള്ള കാഴ്ചപ്പാടുകളും കണ്ടുപിടുത്തങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കോസ്മിക് ഗ്ലൂ, ന്യൂക്ലിയർ ഫോഴ്സ്, ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കത്തില്ല. ഒത്തിരി ഹൈപ്പോത്തിസിസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വചനം ദൈവമക്കളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ദൈവം സൃഷ്ടിച്ചു, ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു, എല്ലാം അവൻ്റെ വാക്കിൻ്റെ കൽപ്പനയാൽ നിലനിന്നു പോകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയും. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച യേശു കർത്താവ് ചെയ്യുന്ന, അല്ലെ യേശു കർത്താവിൻ്റെ വലിപ്പം, അവൻ സംസാരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് കേൾക്കണം? അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മൾ വായിച്ചെങ്ങനെ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്നേരം നമ്മളോടിങ്ങനെ അരുളി ചെയ്തപ്പോൾ എന്തുകൊണ്ട് നമ്മളത് അനുസരിക്കണമെന്നുള്ളതിന് കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ
ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഈ കർത്താവിൻ്റെ പൊസിഷനിലുള്ളവൻ്റെ പവർ, അവൻ്റെ ദൈവീകത ഒക്കെ നമ്മൾ കണ്ടു. അടുത്ത രണ്ട് കാര്യങ്ങൾ ആണ് ഈ എബ്രായ ലേഖനത്തിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് വിശദീകരിക്കുന്നത്. ഈ അടുത്ത രണ്ട് കാര്യങ്ങൾ 6ഉം 7ഉം കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ 4-ാം അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, 3-ാമത്തെ അവസാനത്തെ ഭാഗത്തിൽ തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് അടുത്ത ഭാഗമാണ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. ഒന്നാമത് ജീസസ് ഈസ് എ സാക്രിഫൈസ് ഫോർ അവർ സിൻ. നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ഉണ്ടാക്കി. നമ്മളോടുള്ള ബന്ധത്തിൽ ഇതുവരെ കർത്താവിനെ എൻ്റെ പവറ്, അവൻ്റെ ശക്തി, അവൻ എന്തായിരിക്കുന്നു, അവൻ എന്തു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് ചെയ്തെടുത്ത ഒരു കാര്യവും കർത്താവ് ഇപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് അടുത്ത രണ്ട് കാര്യം. ഇതാണ് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് എന്തു ചെയ്തു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. എബ്രായ ലേഖനം മുഴുവൻ ഈ രണ്ട് കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനാണ്. ഒന്ന്, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. അത് 6-ാമത്തെ, ഞാൻ 7 കാര്യങ്ങൾ നമ്മുടെ പറയുന്നത്. 6-ാമത്തെ കാര്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന, ഇപ്പോഴാണെങ്കിൽ യുദ്ധവും പ്രശ്നവും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പിമ്പിലുള്ള യഥാർത്ഥ റീസൺ എന്താണ്? പാപിയായ മനുഷ്യൻ്റെ അധികാരമോഹവും പിടിച്ചെടുക്കാനുള്ള കഴിവും സ്വാർത്ഥതയും അവൻ്റെ ആഗ്രഹവും ഒക്കെയാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും, ഈ രക്തച്ചൊരിച്ചിലുകളുടെയും, ഈ അഴിമതിയുടെയും കുറ്റകൃത്യങ്ങളുടെയും എല്ലാം കാരണം. നമ്മളിപ്പോൾ പോയൊരു TV കണ്ടാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാം, മനുഷ്യൻ്റെ അപജയത്തെ പറ്റി കാണാം, കാര്യം അവൻ്റെ പരാജയത്തെ പറ്റി കാണാം. ഒരു വാർത്ത നോക്കിയാൽ പോലും നല്ലതായിട്ടൊന്നും കാണത്തില്ല. ഒരു കൊലപാതകം, ഒരു ബലാത്സംഗം, അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക അഴിമതികൾ, മനുഷ്യൻ്റെ അഹങ്കാരവും നിഗളവും പാപത്തിൻ്റെ പരിണത ഫലമായ സെൽഫിഷ്നെസ്സും പ്രൈഡും ഇതൊക്കെ വെളിപ്പെട്ടു വരുന്നതാണ് കാര്യം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ചെയ്തെടുത്ത അടുത്ത കാര്യം പറഞ്ഞത് പാപത്തിന് പരിഹാരമുണ്ടാക്കി. അതിൻ്റെ നീണ്ട വിഷയങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കാര്യം ഈ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് എബ്രായ വിശ്വാസികളോടായതുകൊണ്ട് ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് യേശു കർത്താവ് ചെയ്യുന്നുള്ളത് വിശദീകരിച്ച് വരുന്നുണ്ട് ഇതിനകത്ത്. രണ്ടാമത് അടുത്ത വാക്യം ഒന്നതാ പറഞ്ഞത്, പാപങ്ങൾക്ക് അവൻ എന്ത് ചെയ്തു? പരിഹാരം ഉണ്ടാക്കി. രണ്ടാമത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വായിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരം, 3-ാം വാക്യത്തിലാണ് അവസാന ഭാഗത്ത്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം എന്ത് ചെയ്തു? ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. ജീസസ് ഈസ് ഹൈലി എക്സോൾട്ടഡ്. ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു. കർത്താവ് താൻ വെറുതെ പോയി നമ്മൾ എന്നാ പിന്നെ കസാറെ പോയി ഇരിക്കുന്നത്, അതല്ല. കർത്താവ് അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പോയിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവൻ നിവർത്തിച്ച കാര്യമാണ് പറഞ്ഞത്, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ഇന്ന് രാത്രികാലം നമുക്ക് ഈ പരിഹാരമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് കർത്താവ് ചെയ്തെടുത്തു കഴിഞ്ഞു. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം പിന്നെന്ത് ചെയ്യുന്നു? ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താന് എന്തിനാ വെറുതെ പോയി ഇരുന്നല്ല. ആ വിഷയം നമ്മൾ ഈ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കാന്ന് പറയുമ്പോൾ അച്ഛാ പോയി എവിടെയെങ്കിലും ഇരുന്ന അതൊന്നുമല്ല. വചനം പറയുമ്പോൾ വലതുഭാഗത്തിരിക്കുക. നമുക്ക് ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും അധികാരമുള്ള ആളായിരിക്കും വലതുഭാഗത്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് കർത്താവ് പോയിരുന്നു. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇനിയും ഇത് പഠിച്ചു വരുമ്പോൾ വിശദീകരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നെന്ന് പറയുമ്പോൾ അവനെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അവൻ്റെ വലിപ്പത്തെ കാണിക്കുന്നതാ, അവൻ്റെ ആ അധികാരത്തെ കാണിക്കുന്നതാ. നമ്മളോടനുബന്ധിച്ച് അവൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് അവൻ നമുക്ക് വേണ്ടി ചെയ്യുക. ഈ കാണിക്കുന്ന കർത്താവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയെ പറ്റിയാണ്. പിതാവിൻ്റെ ഇരുന്നുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ഈ ശുശ്രൂഷയുടെ വലിപ്പമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഒരു വാക്യം മനുവതെടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, നമുക്കറിയാവുന്ന വേദഭാവമാണ്.
2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ വലതുഭാഗത്തിരുത്തിയെന്ന് പറയുന്നത് ഏറ്റവും വലിയ നിലയിൽ ചെയ്തെന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിലെ 2:9 ഒന്ന് വായിച്ചോ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. മതി. അവിടെ പറയുകയാണ് എന്തുകൊണ്ടാ ആ പറയുന്ന 2-ാം അധ്യായം മുതൽ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അത് പാപത്തിന് പരിഹാരം വരുത്തിയതിനെ പറ്റി നമ്മൾ ആ ഫിലിപ്പിലെ വായിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ് ദൈവം എന്ത് ചെയ്തു? സകലത്തിനും മേലായ നാമം അവന് കൊടുത്തു. അതുകൊണ്ടാണ് ഈ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത്. കാരണം മാത്രമല്ല, ഇരുന്നു എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ആത്മീയാർത്ഥമുണ്ട്. കാര്യം ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരെല്ലാം സാധാരണഗതിയിൽ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ അവര് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ അവര് ഈ ശുശ്രൂഷ ദേവാലയത്തിൽ ഒരു കസാരയില്ല. ദേവാലയത്തിൽ കസാരയില്ല. ദേവാലയത്തിൽ കസാര ഇല്ലെന്ന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടർച്ചയായിട്ട് ശുശ്രൂഷ ചെയ്യണം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ താൻ വലതുഭാഗത്ത് താൻ ചെന്ന് ഇരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് താൻ സകലവും നിവർത്തിച്ചു കഴിഞ്ഞു. കർത്താവ് പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇത് നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ആയിരിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ സാധിക്കുന്നു. ഞാൻ പണ്ട് ഒരിക്കലും ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പണ്ടൊരിക്കലും ഒരു ദൈവദാസന് താന് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് തൻ്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ തൻ്റെ കൂടെ നടന്നു പോയിട്ട് അന്നേരം ഇദ്ദേഹം അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ സോപ്പ് കമ്പനിയിലെ ഒരു ഓണറാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായ സോപ്പ് വിൽക്കുന്ന കമ്പനിയുടെ ഒരു ഓണറായിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചേർന്ന് നടന്നു പോകുമ്പോൾ ഇദ്ദേഹം സുവിശേഷം പറഞ്ഞിങ്ങനെ പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സകല ലോകത്തിൻ്റെയും പാപത്തെ കർത്താവ് വഹിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ തിരിച്ചു. എന്നിട്ട് ഇപ്പോഴും ഈ ലോകത്തിലെല്ലാം ഇങ്ങനെ മനുഷ്യന് പാപത്തിലുമൊക്കെ കിടക്കുകയാണല്ലോ, പിന്നെ ഈ പരിഹാരം വരുത്തിയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം അത് വഴി കൂടെ കുറേ പിള്ളേരിങ്ങനെ കളിച്ച് ചെളി കൂടെ ഒക്കെ കളിച്ചുകൊണ്ട് പോകുന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സോപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. സോപ്പിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ ആൾക്കാരെ എല്ലാം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സോപ്പ് എല്ലാവരെയും ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ആൾക്കാർ ചെളി കൂടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരം വരുത്തിയെങ്കിലും അതിപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അശുദ്ധി വന്നാലും നമ്മളെ തന്നെ ക്ലീൻ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയെ ദൈവം ആ ദൈവദാസൻ അവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന ശുശ്രൂഷ വെച്ചിട്ട് തന്നെ അതിനെ പറഞ്ഞു മനസ്സിലാക്കിയതായിട്ടൊരു സംഭവം അതായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇവിടെ ഇത്രയും നമ്മൾ കണ്ട 5 കാര്യങ്ങളിൽ പിതാവ് എന്ത് ചെയ്തു, പുത്രൻ എന്ത് ചെയ്തു എന്ന് കണ്ടു. 6-7 വാക്യങ്ങളിൽ ഒന്ന് പിതാവ് എന്ത് ചെയ്തു, പുത്രൻ ആരാണ് എന്നുള്ള വാക്യങ്ങളാണ് 1, 2, 3, 4, 5 കാര്യങ്ങൾ നമ്മൾ കണ്ടത്. 6-7 കാര്യങ്ങളിൽ പുത്രൻ ചെയ്തതും പുത്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. ഇനിയും നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗത്ത് അതാണ് ഇന്ന് രാത്രികാലം ആ വാക്യങ്ങളാണ് നമ്മൾ ബാക്കി 5 വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചതാണ്. നിങ്ങളെല്ലാവരും അത് ഓർക്കുന്നുണ്ട് വിശദീകരിക്കുക. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചോ. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. മതി. ഇവിടെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഈ എബ്രായ വിശ്വാസികളോട് ഏഞ്ചൽസ് ദൂതന്മാര് അവരുടെ ഇടയിൽ ഒരു ചിന്തയാണ്. ദൂതന്മാർ വലിയ നിലയിലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ്. അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ജനമായിരുന്നു അവരുടെ മുമ്പിൽ ഇവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 4-ാം വാക്യത്തിൽ പറയുന്നത് ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ഒത്തതുവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി. ഇവിടെ ഈ പറഞ്ഞ വാക്ക് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ താഴോട്ട് ഇനി വായിക്കുന്ന കാര്യങ്ങളിൽ
ഈ ദൂതന്മാരെക്കായിൽ ക്രിസ്തു ശ്രേഷ്ഠനാണെന്നാണ് 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പഴയ നിയമത്തിലെ കൊട്ടേഷൻസ്, അതിനകത്ത് ഒത്തിരി നിങ്ങൾ ഓരോ വാക്യങ്ങളിലും പഴയ നിയമത്തിലെ കൊട്ടേഷൻസ് എടുത്ത് ഈ യഹൂദ വിശ്വാസികളെ അവരുടെ വചനത്തിൻ്റെ, അവരുടെ വിശുദ്ധ തിരുവെഴുത്തുകൾ വെച്ചുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയാൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, നേരിട്ട് അറിയാൻ പറ്റും നമ്മളെ സംബന്ധിച്ച്. എന്നാൽ അവരുടെ മനസ്സിൽ, കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവർക്ക് ഈ 10 കൽപ്പനയൊക്കെ കൊടുത്ത് ദൂതന്മാർ വഴി കൊടുത്തതാണ്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഗലാത്യ, ഞാൻ അത് എടുക്കുന്നില്ല, ആ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ വീണ്ടും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി എന്നുള്ളതിൻ്റെ കാരണം താൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ 4-ാം വാക്യത്തോട് ചേർന്ന മഹിമയുടെ വലതുഭാഗത്തിരുന്നത് കൊണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? മഹിമയുടെ വലതുഭാഗത്തിരുന്നിട്ട് താൻ എന്ത് ചെയ്തു? ഈ മലയാളത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ 4-ാം വാക്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി. മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എന്താ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവം കർത്താവ് ശ്രേഷ്ഠനാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടെ ഈ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിൽ വായിക്കാം, ഇങ്ങനെയാണ്: ഹാവിങ് ബിക്കം സോ മച്ച് ബെറ്റർ ദാൻ ദ ഏഞ്ചൽസ് ആസ് ഹി ഹാസ് ബൈ ഇൻഹെറിറ്റൻസ് ഒബ്റ്റൈൻഡ് എ മോർ എക്സലന്റ് നെയിം ദാൻ ദേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠകരമായ നാമത്തെ പറ്റി പറയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് വലതുഭാഗത്തിരുന്നതുകൊണ്ട്, താൻ ഇരിക്കുന്ന പൊസിഷൻ വെച്ചിട്ട് താൻ ഒരു അവകാശിയായി. ആ അവകാശി ആയതുകൊണ്ട് ദൂതന്മാരെക്കാളും ശ്രേഷ്ഠകരമായ നാമത്തിന് തന്നെ അവകാശിയായെന്ന. അങ്ങനെ ഇവിടെ പറയുന്നതിൻ്റെ കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പാപത്തിന് പരിഹാരം ഉണ്ടാക്കി ഉയരത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു. അങ്ങനെ തൻ്റെ ആ ഇരുന്നത് കൊണ്ട്, നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ വാക്കുകളെല്ലാം വരുന്നുണ്ട്, അവൻ അവകാശിയായതിനൊത്തവണ്ണമായി തൻ്റെ ആ പൊസിഷൻ തനിക്ക് ഒരു അവകാശം നൽകി. ആ അവകാശി ആയതുകൊണ്ട് തനിക്കൊരു വിശിഷ്ടമായ നാമം കൂടെ കിട്ടി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. കാര്യം നമുക്കറിയാം, ഇപ്പം നമ്മൾ ചില പേര്, നമ്മൾ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ അവകാശിയാകുമ്പോൾ നമുക്കൊരു പേര് ലഭിക്കുന്നത് പോലെ യേശു കർത്താവിനെ പറ്റി പറയുകയാണ്. താൻ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നത് കൊണ്ട് താൻ എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്നത് കൊണ്ട് താൻ ആ പൊസിഷൻ കൊണ്ട് തനിക്ക് ലഭിച്ച അവകാശത്തിലൂടെ താൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠകരമായ നാമത്തിന് അവകാശിയായി തീർന്നു. അതായത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഇവിടെ ഇനി താഴോട്ടുള്ള വാക്യങ്ങളിൽ 5 നിലയിൽ ക്രിസ്തു ദൂതന്മാരെക്കാളും വലിയവനാണെന്ന് പറയുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴോട്ട് വരാം. ഒന്ന്, യേശു ക്രിസ്തു തൻ്റെ ഗ്രേറ്റർ ഇൻ ഹിസ് നെയിം, നമ്മൾ 5-ാം വാക്യത്തിൽ, ഞാനിപ്പോൾ നമ്മൾ വിശദമായിട്ട് അത് പഠിക്കുന്നുണ്ട്. അവൻ തൻ്റെ പേരിൽ, നമ്മൾ ചോദിച്ചു എന്ത് ചെയ്തു? വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി. തൻ്റെ പേരിൽ അവൻ വലിയവനാണ്. തനിക്ക് ലഭിച്ച ബഹുമതിയിൽ താൻ വലിയവനാണ്. അധികാരത്തിൽ താൻ വലിയവനാണ്. ശക്തിയിൽ താൻ വലിയവനാണ്. തനിക്ക് ലഭിച്ച സ്ഥാനത്തിൽ താൻ വലിയവനാണ്. ഇത്രയും കാര്യങ്ങളാണ് 14 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഹി ഈസ് ഗ്രേറ്റർ ഇൻ ഹിസ് നെയിം, greater in his honor, greater in his authority, greater in his power, greater in his position. ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങളാണ് തുടർന്ന് നാം വിശദീകരിക്കുന്നത്. അതായത് നമ്മളിവിടെ വായിച്ചത് ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിൽ അവൻ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചത് മോർ എക്സലന്റ് നെയിം ദാൻ ദേ, അവർക്കുണ്ടായിരുന്നതിനേക്കാളും വളരെ ശ്രേഷ്ഠകരമായ നാമത്തിന് അവകാശിയായി. അന്നേരം ഇനി അടുത്ത ചോദ്യമാ, ഈ നാമം എന്താണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠകരമായ നാമത്തിന് എന്ത് ചെയ്തു? അവകാശിയായെന്ന് പറയുന്നു. അന്നേരം ഈ അവകാശിയായ പേരെന്താണ്? അതാണ് 5-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ he got a better name, much better name, excellent name than the angels. അതെങ്ങനെ കിട്ടിയെന്നുള്ള അതിന്റെ 5-ാം വാക്യം വായിച്ചോ. നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ആ വാക്യം വായിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും
ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രന്മാരുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ നാമമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പുത്രൻ എന്നുള്ള നാമമാണ്. എന്താ പറയുന്നേ? നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്തോരം അതുപോലെ പുത്രൻ അല്ലായിരുന്നു എന്നൊരു ചോദ്യം വരും അല്ലേ? ഇവിടെ പറയുകയാണ്, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. അവൻ ഇരുന്നതിന്റെ ഇത് ലെവലിൽ അവൻ എന്ത് ചെയ്തു? ആ പൊസിഷൻ അവന് കിട്ടിയത് കൊണ്ട് അവനൊരു വിശിഷ്ടമായ നാമം ദൂതന്മാരെക്കായാലും ലഭിച്ചു. ആ നാമമെന്ന് പറയുന്നത് എന്താണെന്ന് 5-ാം വാക്യത്തിൽ പറയുകയാണ്. എന്താണ്? സൺ, പുത്രനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ വാക്യം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയം വരാം. യേശുക്രിസ്തുവിന് നമുക്ക് അല്ല, യേശുവിന് മാത്രമേ പുത്രൻ എന്നുള്ള പേരുള്ളോ? നമ്മളെ എന്താ വിളിക്കുന്നേ? നമ്മളെ പുത്രന്മാരെന്നാ വിളിക്കുന്നേ. നമ്മളെ പുത്രൻ എന്നാ വിളിക്കുന്നേ. ഇനി അത് മാത്രമല്ല, വചനം പഠിച്ചു കഴിഞ്ഞാൽ ദൂതന്മാരെയും വിളിക്കുന്നുണ്ട് പുത്രൻ. 2-3 വാക്യം പെട്ടെന്ന് വായിക്കണം. മനോരമ വായിക്കണേ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 7. 2-3 വാക്യം വായിക്കാം. ഇയ്യോബ് 38. അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? വായിച്ചു. ഗർഭത്തിൽ നിന്നു എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന്റെ 6 വായിച്ചു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഓഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെ എല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. ശ്രദ്ധിച്ച, ഇവിടെ ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചു. അവിടെ പറയുകയാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നവരെ പറ്റിയാണ് പറയുന്നത്. യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ ദൂതന്മാരെ ഏത് പേരിലാണ് വിളിച്ചിരിക്കുന്നത്? പുത്രന്മാരെന്നുള്ള. അന്നേരം നമുക്ക് സംശയം തോന്നും. അന്നേരം അതുകൊണ്ടാണ് ഞാൻ 2-3 വാക്യം എടുത്ത്. അതിൻ്റെ തന്നെ ഒരു വാക്യം എടുത്തു. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് എടുത്തു. യോബിന്റെ പുസ്തകം തന്നെ 1-ന്റെ 6. ഒരു ദിവസം ദൈവപുത്രന്മാർ ഇവിടെ നമുക്കറിയാം, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ അവിടെയും എന്താ വിളിച്ചിരിക്കുന്നത്? ഈ ദൈവത്തിന്റെ ഏഞ്ചൽസിനെ പറ്റിയാ, ദൂതന്മാരെ പറ്റിയാ. അന്നേരം അവിടെയും പുത്രന്മാർ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് വായിക്കുന്നത്. ദൂതൻ അവരെ പുത്രന്മാരെന്നാവും, ദൈവത്തിന്റെ പുത്രന്മാർ അവർ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമുക്ക് സംശയം വരാം ഈ യേശു കർത്താവിന് പുത്രൻ എന്നുള്ള പദവി ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇനി നമ്മളെ പറ്റി പറയുന്നതോ? യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 12 വായിച്ചാൽ മതി. അവനെ, അതറിയാവുന്ന വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ദൈവമക്കളാ, അവന്റെ പുത്രന്മാരാ. പിന്നെ ഗലാത്യ ലേഖനം 3-26 വായിക്കുമ്പോൾ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മളെയും മക്കളെന്ന് പറയുന്നുണ്ട്, പുത്രന്മാരെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന പുത്രൻ, ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ഈ പുത്രന്മാരെന്ന് പറയുമ്പോഴും ഇത് സൃഷ്ടിക്കപ്പെട്ട് പുത്രന്മാരായവരുണ്ട്, ദൈവത്വത്തിൽ തന്നെ പുത്രനായവരുണ്ട്. ഇത് രണ്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് യേശു കർത്താവ് പുത്രൻ എന്ന് പറയുന്നതിൻ്റെ അകത്തെ അർത്ഥം എന്ന് പറയുന്നത് പിതാവിൻ്റെ അതേ ദൈവത്വമുള്ളവനായിട്ടുള്ള പുത്രനായിട്ടാണ് യേശു കർത്താവിനെ നമ്മൾ പറയുന്നത്. ഇതിന് ഞാൻ ഇച്ചിരി ആ ഭാഗത്തൊരു വിശദീകരിക്കാം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുത്രന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ദത്തെടുക്കപ്പെട്ടവരായിട്ട് ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നവരാ. അതുകൊണ്ട് നമ്മൾ പുത്രത്വം എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും ദൈവീകത്വത്തിലുള്ള പുത്രത്വമല്ല, നമ്മളെ ദത്തെടുക്കപ്പെട്ട് പുത്രത്തിലേക്ക് കടന്നു വരുന്നവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒന്ന് സൃഷ്ടിപ്പുമാണ്, ഒന്ന് സൃഷ്ടാവുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നിട്ട് ഞാൻ ഈ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് ഒന്ന് ഇവിടെ യേശു കർത്താവിനെ പറ്റി പറയുന്നത് റിലേഷൻഷിപ്പിലുള്ളത്, അതവിടെ വരുമ്പോൾ ഞാനൊന്ന് വിശദീകരിച്ചു തരാം. ഇവിടെ ഈ പറയുന്ന വാക്യം ഒന്നുകൂടെ നമ്മൾ തിരിച്ച് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, നമ്മൾ എബ്രായ ലേഖനത്തിൽ ഞാൻ വിശദീകരിച്ചു തരാം. ഒന്ന് എബ്രായ ലേഖനം ഒന്ന് നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും. മതി ആ ഒരു വാക്യം അത് നിർത്തിയാൽ മതി. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോ ഇത് ശരിക്കും നമ്മൾ നിർത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. നമ്മളൊരു മാനുഷികമായ ലോജിക്കിൽ നിന്ന് നോക്കിയാൽ, ഇപ്പം ഞാൻ മനുബദറിനോട് പറയാം, മനുബദർ
മനുവന്റെ മൈറ്റിയെ നിർത്തിയിട്ട് പറയാം, മൈറ്റി നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനായ ഒരാളെ ഞാൻ ഇന്ന് ജനിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കാര്യം, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ഇതിട്ടത് ചെറിയ വ്യക്തി, അത് പറയാൻ വേണ്ടി ഞാൻ ആ വിഷയം ഒന്ന് അടിസ്ഥാനപരമായിട്ട് പറയാം. ഞാൻ കൃഷ്ണനോട് വിളിച്ചിട്ട്, കൃഷ്ണനെ, ആ മോനെ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എങ്ങനെ പറയാൻ പറ്റുന്നത്? പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം അവനെ വലതുഭാഗത്ത് അവൻ അധികാരത്തോടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പൊസിഷൻ കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ പൊസിഷൻ കൊണ്ട് അവനൊരു അധികാരം ലഭിച്ചു, ഒരു പേര് ലഭിച്ചു. വിശിഷ്ടമായ പേരാണ്. ആ പേരെന്ന് പറയുന്നത് പുത്രത്വം എന്നുള്ള, പുത്രൻ എന്നുള്ള പേരാണ്. പക്ഷെ ഇവിടെ ആ പുത്രൻ എന്നുള്ള പേരിന്റെ പ്രത്യേകത ഞാൻ പിന്നെ താഴോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നു. പുത്രനോട് പറയുകയാണ്, ഇന്ന് നിന്നെ ജനിപ്പിച്ചു. അന്നേരം ഈ പുത്രൻ നേരത്തെ ജനിച്ച പുത്രനല്ലേ, അവൻ പിന്നെ ഇന്ന് ജനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് വചനത്തിൽ തന്നെ ഈ ലേഖനകർത്താവ് ഈ വാക്യങ്ങൾ എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം. അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ, നമ്മുടെ ബൈബിൾ, പുതിയ ബൈബിളിലൊക്കെ ആണെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ കൊട്ടേഷനാ. കാര്യം എബ്രായ ലേഖനം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കൊട്ടേഷൻസാ. പഴയ സങ്കീർത്തനങ്ങളിലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർത്തനം 2, സങ്കീർത്തനം 8, സങ്കീർത്തനം 110. ഈ 3 സങ്കീർത്തനങ്ങൾ കൊണ്ടാണ് ശരിക്കും എബ്രായ ലേഖനത്തിൻ്റെ ആ കംപ്ലീറ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. 110 സങ്കീർത്തനത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം തെളിയിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായതിനെപ്പറ്റി തെളിയിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പൊസിഷൻ തെളിയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് അവന് ശ്രേഷ്ഠകരമായ നാമം ലഭിച്ചോ നമ്മൾ വായിച്ചോ? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠകരമായ നാമം ലഭിച്ചു. ഞാൻ അതിന് മുമ്പായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചോ. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറി പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത്. ഇവിടെ നോക്കിയേ, ദൂതന്മാരെക്കാളും ശ്രേഷ്ഠകരമായ നാമം ലഭിച്ചു. നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചു. ഇവിടെ വന്നാ പറയാ എന്ത് ചെയ്തു? ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നു. അന്നേരം ഇതെന്ന് പറയുന്ന, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നിട്ട് മരണം അനുഭവിക്കാൻ കടന്നു വന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചു വരുമ്പോൾ പറയാം, ഈ 2-ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ 1-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവിനെയും 2-ാം അധ്യായത്തിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ ദൂതന്മാരെക്കാളും താണിറങ്ങി വന്ന കർത്താവിനെയാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ എന്ത് ചെയ്തു? മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നവന്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര തിയോളജിക്കലി വളരെ അർത്ഥവത്തായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അന്നേരം ഇവിടെ നമ്മൾ ഈ പറഞ്ഞത്, ഇനി ഞാൻ വന്ന വിഷയത്തിലേക്ക് വരാം. ഈ തൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനെ നോക്കിയിട്ട് പിതാവായ ദൈവം പറയുകയാണ്, നീ എൻ്റെ പുത്രനായിരുന്നു. കാരണം യേശു കർത്താവ് നിത്യപുത്രനാണ്. ഞാനത് പിന്നീട് ഒന്ന് വിശദീകരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. നിത്യപുത്രനായ ദൈവമായ തൻ്റെ പുത്രനെ നോക്കിയിട്ട്, ഇന്ന് എന്നൊരു ദിവസം നോക്കിയിട്ട് പിതാവ് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചില ബുദ്ധിമുട്ടാക്കി മനസ്സിലാകാൻ വേണ്ടി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിത്യപുത്രനായ യേശു കർത്താവിനെ, അത് എപ്പോഴാണ് സംഭവം പറയുന്നുണ്ട്. എവിടെ വെച്ചാ പറയുന്നത്? തൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സമയത്ത് ശ്രേഷ്ഠകരമായ പദവി ലഭിച്ചു. ആ സമയത്തെ നോക്കിയിട്ട് പിതാവ് പറയാം, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് നിത്യപുത്രനായ യേശു കർത്താവിനെ നോക്കി പിതാവായ ദൈവം അവനോട് പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം എടുത്തിരിക്കുന്നത് നമുക്ക് മശൈഹിക സങ്കീർത്തനമായ 2-ാം സങ്കീർത്തനത്തിലെ ഒരു കൊട്ടേഷനാണ്. 2-ാം സങ്കീർത്തനം നമുക്ക് ആ വാക്യം, ഞാൻ 2, 8, 110 നമ്മളിനി പഠിച്ചു വരുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം കാണാൻ സാധിക്കും. 2-ാം അധ്യായത്തിൽ വാക്യം 2-ാം അധ്യായത്തിലേക്ക് എടുത്തു. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അഭിഷക്തനായ ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രോമിസ് അവിടെ പറയുകയാണ്. നിങ്ങൾ സങ്കീർത്തനം 2-ന്റെ 7 ഒന്ന് എടുത്തോ.
ഒന്ന് വായിച്ചു, നമുക്ക് ആ ഭാഗം തന്നെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്, ഒന്ന് വായിച്ചു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു പ്രോഫസി പറയുക, അല്ലെങ്കിൽ ഒരു പ്രോമിസ് പറയുക. അവിടെ അഭിഷക്തനായ ക്രിസ്തുവിനെ കുറിച്ചിട്ട് പറയുകയാണ്. പിതാവായ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്യമാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം നിത്യപുത്രനായ ക്രിസ്തു വീണ്ടും ജനിച്ചു ഇന്ന് എന്നുള്ളൊരു ദിവസത്തിൽ വചനത്തിൽ പറയുക. ഇത് ചില ആൾക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്, യേശു കർത്താവ് ബേഥലഹേമിൽ ജനിച്ചപ്പോൾ ആണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. തെറ്റായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഈ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത, യഹോവ സാക്ഷികൾ ഈ വാക്യം വെച്ചിട്ടാണ് പറയുന്നത് യേശു കർത്താവ് സൃഷ്ടിയാണെന്ന്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറയുമ്പം അതുവരെ ആളില്ലായിരുന്നല്ലോ. ആളില്ലായിരുന്നെങ്കിൽ സൃഷ്ടിയായിട്ട് യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ ദൈവമല്ല. ദൈവം ആദിയും അന്തവുമില്ലാത്തവൻ, അനാദിയാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വാക്യത്തെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറയുന്നതിന്റെ ബേസിസിൽ യഹോവ സാക്ഷിക്കാര് പുത്രൻ തമ്പുരാന്, പുത്രനായ കർത്താവിന് എന്നുണ്ട് തുടക്കമുണ്ടെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച ആൾക്കാരെ കബളിപ്പിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം, നിത്യപുത്രനായ ക്രിസ്തുവിനെ നോക്കിയിട്ട് പിതാവായ ദൈവം പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെപ്പോൾ ജനിച്ചു? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാണ്. ഇന്നെന്ന് പറയുന്നത് എന്താണ്, ജനിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ വാക്യം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു പ്രോഫസി പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തിയില്ല. നമുക്ക് ഈ വാക്യം ബൈബിളിൽ കൂടെ തന്നെ നമ്മൾ ഈ വാഗ്ദത്തം നിവർത്തീകരിക്കുന്ന മനസ്സിലാകുമ്പോൾ മാത്രമേ എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ വാക്യം എടുത്തോ, സമയം മുമ്പോട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം എടുത്തു, 13-ന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. നീ എന്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്നും 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതിന്റെ 32-ാം വാക്യം, പുറകിലത്തെ വാക്യം കൂടെ വായിച്ചോ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത വാക്യം കൂടെ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോ എന്തോ മനസ്സിലായി? യേശു കർത്താവിനെ ഉയർപ്പിച്ച സമയത്ത് ഈ 2-ാം സങ്കീർത്തനത്തിന്റെ നമ്മൾ 7-ാം 8-ഉം വാക്യത്തിൽ വായിച്ച അതേ വാക്യം അവിടെ അപ്പോസ്തല പ്രവൃത്തി കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഈ പ്രവചനം നിവർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഒന്നും എനിക്ക് മുഖം വീഡിയോയിൽ കാണത്തില്ലാത്തതുകൊണ്ട് എത്ര പേര് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, അതായത് ഈ വാക്യം അപ്പോസ്തല പ്രവൃത്തി പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുള്ള വാക്യം യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? നിവർത്തിയായി. അതായത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്, ആ ഉയർത്തെഴുന്നേറ്റ് എവിടെ കൊണ്ടുപോയി? വലതുഭാഗത്ത്, പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരുന്നു. ആ ദിവസത്തെ നോക്കിയിട്ട് പിതാവ് പറയുകയാണ്, ഈ ഉയർത്തെഴുന്നേൽപ്പിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പിനാണ് ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ പറയുന്നത്. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ നോക്കിയിട്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നാ ജനിപ്പിച്ചത്? കർത്താവായ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയം. ഉയർത്തെഴുന്നേറ്റ സമയം എന്ത് ചെയ്തു? പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ചെന്ന് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ വിശിഷ്ടമായ നാമം ലഭിച്ചു, പുത്രൻ എന്നുള്ള പേര് കിട്ടി. എന്ന് വെച്ചാൽ ഈ പുത്രൻ എന്താണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിത്യപുത്രത്വമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിത്യപുത്രത്വമല്ല. നിത്യനായ അവൻ പുത്രനായിരുന്നു. കാര്യം നിങ്ങൾക്കൊരു വാക്യം എടുത്താൽ അറിയാം. ഇത് ഈ യഹോവ സാക്ഷികൾ പറയുമ്പോൾ അവൻ ഇങ്ങനെ ജനിച്ചു, അവനൊരു തുടക്കമുണ്ടെന്ന് പറയുമ്പോൾ, എന്നാൽ ഒരു വാക്യം കൂടെ വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 5-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17-ന്റെ 5. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, താൻ നിത്യനായിരുന്നു. പറഞ്ഞോ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ യേശു കർത്താവ് പറഞ്ഞത്?
പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള മഹത്വത്തിൽ താൻ നിത്യനായി പിതാവിൻ്റെ കൂടെ ആയിരുന്ന സമയത്തുള്ള മഹത്വത്തിലേക്ക് എന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ യേശു കർത്താവ് അനാദിയായി ആ പുത്രത്വമുള്ളവനായിരുന്നു. അതുകൊണ്ട് ആ പുത്രനെ നോക്കിയിട്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇനി അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ, അന്നേരം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആ ജനനമെന്ന് പറയുന്നത് എന്താണ്? ആ പ്രോഫസി പൂർത്തിയാകുന്നത് അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഉയർത്തെഴുന്നേൽപ്പിലാണെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിച്ചതിന് ശേഷം അതുകൊണ്ട് മനസ്സിൽ ഇത് കരുതിയിരിക്കണം, ഉയർത്തെഴുന്നേൽക്കുന്നതിനെ വചനം എന്തായിട്ട് പറയുന്നു? ജനനമായിട്ട് പറയുന്നു. ആ ഇന്നെന്ന് പറയുന്ന ദിവസം കർത്താവിന് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന ഇച്ചിരി ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ മരണത്തിൽ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇതിനെ അതിൻ്റെ 6-ാം വാക്യം കൊണ്ട് ഒന്ന് വായിച്ചിട്ട് ഞാൻ പിന്നീട് ഇങ്ങോട്ട് വരാം. ആ 6-ാം വാക്യത്തിൻ്റെ തുടക്കം ഒന്ന് വായിച്ചോ. എബ്രായ ലേഖനത്തിലെ 6-ന്റെ ആദ്യത്തെ ഒരു വാക്യം മാത്രം മതി. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് മതി അത്ര മതി. ഇവിടെ വേറൊരു വാക്ക് പറയുകയാണ്. എങ്ങനെ പേര് പറഞ്ഞിരിക്കുന്നത്? ആദ്യജാതൻ. നിങ്ങൾക്ക് ആ ഭാഗം വായിച്ച മനസ്സിലായി എന്താണ്? ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ എന്ന് പറയുക, ആദ്യമായിട്ട് ജനിച്ചവൻ, ആദ്യജാതൻ. ഇവിടെ ഈ നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആദ്യജാതൻ ഇവൻ എന്ത് ചെയ്തു? ഈ ജനനത്തിങ്കൽ യേശു കർത്താവ് എന്തായിട്ട് മാറി? യേശു കർത്താവ് നിത്യപുത്രനായിരുന്നു, ഇന്ന് ജനിപ്പിച്ചു. ജനിപ്പിച്ചതിന് ശേഷം, ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്തായിട്ട് മാറിയെന്നാ പറയുന്നേ? ആദ്യജാതനായിട്ട് മാറി. ഇനി ഞാൻ അതിനൊന്ന് പറയാം. ഞാൻ ഈ വിഷയം ഒന്നുകൂടി ടച്ച് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ യേശു കർത്താവിനെ പറ്റി എന്താ പറയുന്നറിയാവോ? ഏകജാതൻ എന്നാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ 2-3 വാക്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു വന്നിട്ട് ഈ പറയുന്ന 2 ജനനം തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയാ. നമുക്കറിയാവുന്ന വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമൊക്കെ നമുക്കറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് എടുത്തോ, ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇത് ഏകജാതനായ പുത്രനിൽ മതി ശ്രദ്ധിച്ചു നോക്കിയേ. തൻ്റെ ഏകജാതനായ പുത്രൻ, അവിടെ ശ്രദ്ധിക്കണം, എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രൻ. ഇവിടെ വന്നപ്പോഴോ ഈ രണ്ടാമത് നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് രണ്ടാമത്തെ ജനനം കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണ്? ആദ്യജാതനായവൻ. രണ്ടും തെറ്റിപ്പോലെ. ഏതാ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അതായത് ഇത് രണ്ടും ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത്, യേശു കർത്താവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ ദൈവത്വത്തെ പറ്റിയും അവന്റെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ പറ്റി പഠിക്കുമ്പോൾ അവന്റെ നിത്യതയിൽ നിന്ന് സൃഷ്ടിപ്പ് വരെയുള്ള യേശു കർത്താവിനെ പറ്റി നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റും. സൃഷ്ടിപ്പ് മുതൽ ബേത്ലഹേം വരെ ജനിക്കുന്നത് വരെയുള്ള യേശു കർത്താവിനെ പറ്റി അവന്റെ യേശു കർത്താവിന്റെ ആ പ്രവർത്തന ശൈലികൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവൻ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ, മരണം വരെയുള്ള ഒരു പാട്ടുണ്ട്. മരണം കഴിഞ്ഞ് പിതാവിന്റെ വലതുഭാഗത്ത് തൊട്ട് ന്യായവിധി വരെയുള്ള യേശു കർത്താവിന്റെ ഒരു പാട്ടുണ്ട്. നിത്യതയിൽ, അനന്ത നിത്യതയിലേക്കുള്ള വേറൊരു പാട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 5ആയിട്ട് നമുക്ക് ഈ ഭാഗത്തെ കാണാൻ പറ്റും. ഞാനത് ഇതിനോട് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശു കർത്താവിന് കൊടുത്തിരുന്ന പേര് ഏതായിരുന്നു? ഏകജാതൻ എന്നാ. ഞാൻ എന്താ പറഞ്ഞേ? ഏകജാതൻ എന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടം തൊട്ട് യേശു കർത്താവിന്റെ പേര് എന്തായിട്ട് മാറുന്നുണ്ട്? ആദ്യജാതൻ എന്ന് മാറുന്നുണ്ട്. നിങ്ങൾക്ക് 2-3 വാക്യം കൂടെ എടുത്ത് ഞാൻ ആ വിഷയം വിശദീകരിക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ വിശദീകരിക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഈ ആദ്യജാതൻ യേശു കർത്താവിന് പേര് കിട്ടിയത് ഈ ഉയർത്തെഴുന്നേൽപ്പിലാണോ? ഞാനിപ്പോൾ ഒരു വാക്യം എടുത്തോണ്ട് സഹിച്ചാൻ ഏതോ ഒരു വാക്യം എടുത്തിട്ട് അങ്ങ് തെളിയിച്ചെന്ന് പറയണ്ട. 2 വാക്യം കൂടെ എടുത്തിട്ടോ. വെളിപ്പാട് പുസ്തകം എടുത്തു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് എടുത്തേര്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. ശ്രദ്ധിക്കുക, ഇവിടെ പറയുകയാണ് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ ആദ്യജാതനും. വിശ്വസ്ത സാക്ഷിയും
മരിച്ചവരിൽ നിന്ന് ആദ്യജാതനുമായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു കർത്താവ് ആരായിട്ട് മാറി? ആദ്യജാതൻ. നിങ്ങൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എന്തായിട്ട് മാറി? ആദ്യജാതനായിട്ട് മാറി. അന്നേരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനെ എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? ജനനമായിട്ട്. ആ ജനനത്തിൽ ആദ്യമായിട്ട് ജനിച്ചവനാരാ? യേശു കർത്താവ്. ഞാൻ പറഞ്ഞ മനസ്സിലാകും നിങ്ങൾക്ക്. അതായത് നിത്യപുത്രനായ യേശു കർത്താവ്, അല്ലെങ്കിൽ പിതാവിന്റെ ഏകജാതനായ പുത്രൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്തായിട്ട് മാറി? ആദ്യജാതനായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ യോഹന്നാൻ സുവിശേഷം എല്ലാം വായിക്കുമ്പോൾ ഇതേ വാക്യത്തിന്, ഇപ്പോൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ മുമ്പേ വായിച്ച വാക്യം, അവന്റെ ഏകജാതനായവന്റെ തേജസ്സായിട്ട് നമ്മൾ കണ്ടു. നിങ്ങൾ വായിച്ചു 1-ാം അധ്യായത്തിന്റെ യോഹന്നാൻ സുവിശേഷം 2-3 വാക്യം വേണ്ടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീരാൻ വേണ്ടി എടുത്തോ പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പ്രാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്. പിതാവിൽ നിന്ന് ഏകജാതനായ, അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചു. അതിന്റെ തന്നെ താഴത്തെ വാക്യം 18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഞാൻ ആ വാക്ക് പറയാൻ വേണ്ടി മാത്രമുണ്ട്. ഏകജാതനായ പുത്രൻ. ഈ യോഹന്നാൻ പറയുമ്പോൾ 1 യോഹന്നാൻ 4:9 പറയുമ്പോൾ എന്താ പറയോ? ഏകജാതനായ. നിങ്ങൾക്ക് ആ ഭാഗം എടുത്ത് നോക്കിയാൽ അറിയാം. അതായത് താൻ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് കിട്ടിയെന്ന് ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം. നമ്മൾ ചില ട്രാൻസ്ലേഷനുകൾ ഇത് തെറ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കാതെ വരികയാണ്. മലയാളത്തിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബിഗോട്ടൺ സൺ എന്നുള്ള ഇംഗ്ലീഷിലുള്ള വാക്കിന് 2 നിലയിലുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ബോൺ എന്നും പറയുന്നുണ്ട്, ഒള്ളി ബിഗോട്ടൺ എന്നും പറയുന്നുണ്ട്. ഞാനത് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒന്ന് ഏകജാതനായവൻ, രണ്ടാമത് ആദ്യം. അന്നേരം നിത്യപുത്രനായി യേശു കർത്താവ് ആരായിരുന്നു? ഏകജാതനായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു? ഇത് നമ്മുടെ വീണ്ടെടുപ്പുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആണ്. ഞാനത് പിന്നീട് ഞാൻ അടുത്ത ക്ലാസ് ഇച്ചിലൂടെ വിശദീകരിക്കുക. ഞാനിപ്പോൾ സമയം തീർന്നോടെ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടെ പറയാം. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. അടുത്ത ക്ലാസ് ഞാൻ ഒന്നുകൂടി ഈ വാക്യങ്ങൾ എടുപ്പിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മുടെ ഉയർപ്പിനെയും എന്താ നമ്മൾ വീണ്ടും ജനനം എന്നാ പറയുന്നത്. അന്നേരം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെ നമ്മളും എന്ത് തന്നെയാ പറയുന്നത്? വീണ്ടും ജനിക്കുക. അങ്ങനെ ആകുമ്പോൾ ആദ്യനായി ജനിക്കുക. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്ത് ചെയ്തു? ആദ്യജാതനായി മാറി. ഇനി ഞാൻ പറയുന്നത് ഈ ആദ്യജാതനായി ക്രിസ്തു മാറിയത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു ജനനം ഉണ്ടായത്. ഞാൻ അത് പിന്നെ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ചു തരാം. അതുപോലെ തന്നെ 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 3:14 വായിക്കുമ്പോൾ നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഒത്തിരി വാക്യങ്ങളുണ്ട്. 1 പത്രോസ് 1:5 പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് മാറിയിരിക്കുന്നതിനെ ജനനം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതിനെ പറ്റി ജനനം. ഇതുപോലെ തന്നെ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ഏകജാതനായവൻ ആദ്യജാതനായി മാറി. ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ നിർത്തുക. അത് ഇച്ചിരി വിശദമായിട്ട് അടുത്ത ക്ലാസ് ഞാൻ ഒന്നുകൂടെ ഈ വിഷയം ആദ്യം തൊട്ട് പറയാം. നമുക്ക് ഇന്ന് രാത്രിക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. അതിന് മുമ്പായിട്ട് 1 മിനിറ്റ് നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ട് നമുക്ക് പറയാം. കാര്യം ഒരിക്കൽ നമ്മൾ ആദ്യം വായിച്ചത് ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി അവൻ നിത്യപുത്രനായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം കാണുന്നത്